നമസ്കാരം. ടീം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോളാർ പാനൽ ഇൻസ്റ്റലേഷനിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന സ്ട്രക്ചറിൻ്റെ നിർമ്മാണം. സ്ട്രക്ചർ നിർമ്മാണത്തിൽ നമ്മൾ വളരെ ശ്രദ്ധ പുലർത്തേണ്ട ഒരു കാര്യമാണ്. കാരണം 30 വർഷത്തോളം നമ്മുടെ പാനലുകൾ താങ്ങി നിർത്തേണ്ട സ്ട്രക്ചർ നിർമ്മാണത്തിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഭാവിയിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ നേരിടും. എന്തൊക്കെ കാര്യങ്ങളാണ് സ്ട്രക്ചർ നിർമ്മാണത്തിൽ ഉപഭോക്താക്കളായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇതിൽ പ്രധാനമായ ഒന്നാണ് സ്ട്രക്ചർ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന പൈപ്പുകൾ. GI GP പൈപ്പുകളാണ് സാധാരണയായി സ്ട്രക്ചർ നിർമ്മാണത്തിനായി ഉപയോഗിച്ചു വരുന്നത്. GI പൈപ്പുകൾക്ക് വില വളരെ കൂടുതലാണ്. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ GP പൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിലാകെ സ്ട്രക്ചർ നിർമ്മാണം നടത്തുന്നത്. ഈ GP പൈപ്പുകളിലും അതിൻ്റെ ഗുണനിലവാരം വ്യത്യാസമുണ്ട്. അതിൻ്റെ ഗ്രേഡ് അനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയിലും വ്യത്യാസം വരുന്നുണ്ട്. സാധാരണയായി GP 16, 18 പൈപ്പുകളാണ് നിർമ്മാണത്തിനായി ഇൻസ്റ്റാളർമാർ ഉപയോഗിക്കുന്നത്. ഇതിൽ GP 16 പൈപ്പ് തന്നെ ഉപയോഗിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. സ്ട്രക്ചർ നിർമ്മാണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഇത് ലെഗുകളുടെ അകലമാണ്. സ്ട്രക്ചറുകൾ താങ്ങി നിർത്തുന്ന കാലുകൾ അഥവാ ലെഗുകൾ, ഈ ലെഗുകൾ തമ്മിലുള്ള അകലം 2 മീറ്ററിൽ കൂടാൻ പാടില്ല. അങ്ങനെ 2 മീറ്ററിൽ കൂടുതലാണ് എങ്കിൽ ഭാവിയിൽ നമ്മുടെ പാനലുകളുടെ വാറണ്ടിയെ അത് വല്ലാതെ ബാധിക്കും. സാധാരണയായി മുൻവശങ്ങളിൽ 2 മീറ്റർ അകലം ഇൻസ്റ്റാളർമാർ പാലിക്കാറുണ്ട്. എന്നാൽ പിറകിലേക്ക് പോകുമ്പോൾ ഇത് 2 എന്നുള്ളത് 2.5, 3 ആകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായും 2 മീറ്ററിൽ കൂടുതലാണ് ലെഗുകളുടെ അകലമെങ്കിൽ അത് ഭാവിയിലെ വാറണ്ടിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ സ്ട്രക്ചറുകൾ സ്ഥാപിക്കുമ്പോൾ ക്രോസായി ഇടുന്ന പൈപ്പുകൾ, അതായത് പെർലിംഗ് എന്ന് പറയും. ആവശ്യത്തിന് പെർലിങ്ങുകൾ ഉപയോഗിക്കണം. ഇല്ല എങ്കിൽ ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ പാനലുകൾ സ്വാഭാവികമായും അതിൻ്റെ നടുഭാഗം ഒന്ന് ഇരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നടുഭാഗം കൊണ്ട് അല്പം ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും പാനലിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഫോട്ടോ വോൾട്ടിക് സെല്ലുകൾക്ക് ക്ഷതം സംഭവിക്കും. അങ്ങനെ ക്ഷതം സംഭവിച്ചാൽ ആ പാനലുകളിൽ നിന്നുള്ള വൈദ്യുത ഉൽപ്പാദനം നന്നേ കുറയും. സ്വാഭാവികമായും നിങ്ങൾക്ക് കിട്ടേണ്ട വൈദ്യുതി കിട്ടാതെയാകുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ഇൻസ്റ്റാളറെ സമീപിക്കും. ഇൻസ്റ്റാളർ തനിക്ക് പാനലുകൾ വിതരണം ചെയ്ത ഡിസ്ട്രിബ്യൂട്ടറെ അല്ലെങ്കിൽ കമ്പനിയെ സമീപിക്കും. കമ്പനി സ്ട്രക്ചറിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കാൻ പറയും. ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ സ്വാഭാവികമായും കമ്പനിക്കറിയാം ഈ ലെഗുകൾ തമ്മിലുള്ള അകലം 2 അല്ല, അതിൽ കൂടുതലാണെന്ന്. ഇങ്ങനെ 2 മീറ്ററിൽ കൂടുതലാണ് ലെഗുകളുടെ അകലമെങ്കിൽ സ്വാഭാവികമായും വാറണ്ടി കിട്ടുകയില്ല. നമ്മുടെ അപേക്ഷ റിജക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. പിന്നീട് നമ്മൾ ഈ ഇൻസ്റ്റാളറും ഉപഭോക്താവും തമ്മിൽ ഒരു സ്പർദ്ധ ഉണ്ടാവുക എന്നുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കും. അതൊഴിവാക്കാനായി നമ്മൾ പാനലുകൾ അല്ലെങ്കിൽ സ്ട്രക്ചറുകൾ നിർമ്മിക്കുമ്പോൾ തന്നെ ഈ അകലം കൃത്യമാണോ എന്ന് ഉപഭോക്താവ് എന്ന നിലയിൽ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ പാനലുകൾ സ്ട്രക്ചറിൽ ഉറപ്പിച്ച് നിർത്തുന്ന ക്ലാമ്പുകൾ, എൻഡ് ക്ലാമ്പും മിഡ് ക്ലാമ്പും കൃത്യമായി ഓരോ പാനലിലും ഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഈ ക്ലാമ്പുകൾ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കാലാവസ്ഥയനുസരിച്ച് ചുഴലിക്കാറ്റും മറ്റും ഏതു സമയത്തും വീശുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ചുഴലിക്കാറ്റോ അല്ലെങ്കിൽ ശക്തമായ കാറ്റോ ഒക്കെ വീശുമ്പോൾ സ്വാഭാവികമായും ഈ പാനലുകൾ പറന്നു പോകാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ പാനലുകൾ പറന്നുപോയി ക്ഷതം സംഭവിച്ചാൽ ഒരിക്കലും കമ്പനി ആ പാനലിന് വാറണ്ടി തരികയില്ല. സ്ട്രക്ചറിന് മുകളിൽ പാനലുകൾ ഉറപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ നിരീക്ഷിക്കണം. എൻഡ് ക്ലാമ്പും മിഡ് ക്ലാമ്പും ഒക്കെ ഓരോ പാനലിനും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതല്ല എങ്കിൽ പിന്നീട് നമുക്ക് ബുദ്ധിമുട്ട് നേരിടും. അതോടൊപ്പം തന്നെ നമ്മുടെ പൈപ്പുകൾ തമ്മിൽ വെൽഡ് ചെയ്യുന്ന ഭാഗമുണ്ട്. അവിടെ നല്ല ഫിനിഷിംഗ് ഉണ്ടാവണം. വെൽഡ് ചെയ്യുന്ന ഭാഗത്ത് സുഷിരമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഫില്ല് ചെയ്യുകയും അവിടെ ഫിനിഷ് ചെയ്ത് പെയിൻ്റ് അടിച്ച് സൂക്ഷിക്കുകയും ചെയ്യണം. മറൈൻ പോലെയുള്ള പെയിൻറ്റുകൾ അടിക്കുന്നതാണ് നല്ലത്. കാരണം തീരദേശത്തിൻ്റെ ഒക്കെയാണ് ഈ സ്ട്രക്ചർ നിർമ്മിക്കുന്നതെങ്കിൽ ഈ കാറ്റിൽ ഉപ്പുരസമുണ്ട്. അത് പെട്ടെന്ന് തന്നെ സ്ട്രക്ചറുകൾ തുരുമ്പെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആ സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് മറൈൻ പോലെയുള്ള പെയിൻറ്റ് ഉപയോഗിക്കുന്നത്. അല്പം വില കൂടുതലായതുകൊണ്ട് തന്നെ ഇൻസ്റ്റാളർമാർ ഭൂരിഭാഗവും അത് ഉപയോഗിക്കാൻ സാധ്യതയില്ല. പക്ഷേ നമ്മളത് പറഞ്ഞ് കൃത്യമായി പെയിൻറ്റ് ചെയ്ത് സ്ട്രക്ചർ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ
സ്ട്രക്ചർ നിർമ്മാണത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ലെഗുകൾ നമ്മുടെ റൂഫിലാണ് ഉറപ്പിച്ച് നിർത്തുന്നത്. അത് ബോൾട്ടിട്ടാണ് ഉറപ്പിച്ച് നിർത്തുന്നത്. ആ ബോൾട്ട് ഇടാനായി നമ്മൾ സുഷിരമുണ്ടാക്കും. അതിലൂടെ വെള്ളമിറങ്ങി നമ്മുടെ റൂഫ് കലിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിനായി ലെഗുകൾക്ക് ചുറ്റും നമ്മൾ ഒരു കോളം പോലെ, ചെറിയ കോളം പോലെ വാർക്കേണ്ടതുണ്ട്. ഇപ്പോൾ എല്ലാ ഇൻസ്റ്റാളർമാരും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നമ്മളത് ചെയ്യിക്കണം. അതല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ല എങ്കിൽ വെള്ളം ആ ബോൾട്ടിൻ്റെ ഇടയിലൂടെ ഇറങ്ങി നമ്മുടെ റൂഫ് വെള്ളം താഴാനുള്ള അല്ലെങ്കിൽ കലിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലെഗുകൾക്ക് ചുറ്റും വാർത്ത്, ഒരു ചെറിയ കോളം വാർത്ത് വെള്ളം കലിക്കാനുള്ള സാധ്യത നമ്മൾ ഇല്ലാതെയാക്കണം. അതോടൊപ്പം തന്നെ ഈ സ്ട്രക്ചർ എർത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഇൻസ്റ്റാളർ മറന്നുപോകാം, ചിലർ ചെയ്യാതിരിക്കാം. സ്വാഭാവികമായും നമ്മുടെ കാലാവസ്ഥയിൽ ഇടിമിന്നലൊക്കെ കൂടുതലാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ എർത്തിങ് മസ്റ്റാണ്. എർത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്ട്രക്ചർ നിർമ്മാണത്തിൽ ഉപഭോക്താവ് എന്ന നിലയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ല എങ്കിൽ ഭാവിയിൽ നമ്മൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. 25 മുതൽ 30 വർഷം വരെയൊക്കെ പ്രവർത്തിക്കേണ്ട ഒരു സോളാർ പ്ലാന്റാണ്. അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ പാതി വഴിക്ക് നമുക്കത് ഉപേക്ഷിക്കേണ്ടി വരും. സ്വാഭാവികമായും പണം കുറച്ച് ചെയ്യാം എന്ന് പറഞ്ഞ് പല ഇൻസ്റ്റാളർമാരും ഉപഭോക്താക്കളെ സമീപിക്കാറുണ്ട്. 10,000 20,000 രൂപയുമൊക്കെ കുറച്ചുകൊണ്ട് സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചു കൊടുക്കുന്ന ഇൻസ്റ്റാളർമാർ കേരളത്തിൽ സജീവമാണ്. സ്വാഭാവികമായും അവർ നമുക്ക് ഒരു ലാഭം ഉണ്ടാക്കി തരുമ്പോൾ അവർ നഷ്ടപ്പെട്ടൊരിക്കലും സോളാർ പ്ലാന്റ് സ്ഥാപിച്ചു തരത്തില്ല. അവർ അവരുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളിൽ ഒക്കെയാണ് നമ്മൾക്ക് കുറവ് വരുത്തുന്നത്. അതുകൊണ്ട് തന്നെ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം, ഉപയോഗിക്കുന്ന പൈപ്പുകളുടെ ഗുണനിലവാരം നമ്മൾ ഉറപ്പുവരുത്തണം. അതോടൊപ്പം കൃത്യമായി ലെഗുകളുടെ അകലം, കൃത്യമായി പെർലിങ്ങുകൾ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കണം. അതോടൊപ്പം പാനലുകൾ ഉറപ്പിച്ച് നിർത്തുന്ന ക്ലാമ്പുകൾ മതിയായ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഉറപ്പിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ ലെഗുകൾ റൂഫുമായി ഉറപ്പിച്ച് നിർത്തുന്ന ഭാഗം വാർത്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ സ്ട്രക്ചർ നല്ല പെയിൻ്റ് അടിച്ച് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം സ്ട്രക്ചർ നന്നായി എർത്ത് ചെയ്യുന്നുണ്ടോ എന്നുകൂടി ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു 30 വർഷം വരെ യാതൊരു കേടുമില്ലാത്ത രീതിയിൽ നമ്മുടെ സോളാർ പ്ലാന്റ് പ്രവർത്തിക്കും.